ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലൈഫ് സ്റ്റൈൽ ബൈ മാളവിക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ടൈം എന്ന് പറയുന്നത് ഉച്ച ടൈമാണ് കേട്ടോ. ഞാൻ ഏട്ടൻ ബബ്ലൂസും കൂടിയിട്ട് ഒന്ന് ടൗണിലേക്ക് ഇറങ്ങിയൊക്കെയാണ്. കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മൾ ഫാമിലി വ്ളോഗാണ്. അതായത് കൂടുതലും നമ്മൾ നമ്മുടെ ഫാമിലിയിൽ നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും സന്തോഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കണത് നമ്മളിപ്പോൾ എവിടേക്കെങ്കിലും പോണത്, ഡ്രസ്സ് എടുക്കണത്, അല്ലെങ്കിൽ ബാക്കി വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ തട്ടിക്കൂട്ടിയൊരു വ്ളോഗ് എടുക്കണതാണ് കേട്ടോ. നിങ്ങൾക്ക് ഏതൊക്കെ വീഡിയോസാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എൻ്റെ അടുത്ത് കമൻറ്റിൽ പറയണേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വന്നത് മുനിസിപ്പലിലാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഉച്ച ടൈം ആയതുകൊണ്ട് അനിയത്തിയുടെ ക്ലാസ് വിടാനായിട്ട് ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഹിന്ദിക്കാരൻ്റെ ഈ ഒരു കമ്മലിൻ്റെ ഒരു സ്റ്റാള് കണ്ടത് കേട്ടോ. ഒത്തിരി കളക്ഷൻസ് ഉണ്ട്, നല്ല റേറ്റ് കുറവാണ് കേട്ടോ. ഈ റിങ് കമ്മലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒത്തിരി വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് 2-3 പർച്ചേസ് ചെയ്തു ഞാൻ. പിന്നെ അതാ അനിയത്തിയുടെ ക്ലാസ് വിട്ടു, അവളെ ഫ്രണ്ട്സാണ് കേട്ടോ അവരൊക്കെ. അപ്പോൾ അനിയത്തി ഞങ്ങൾ ഈ വലിച്ചു കൊണ്ടുപോകുന്നത് എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളാണ് ഒരു ഷോപ്പ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഡ്രസ്സിൻ്റെ, അതായത് ഡെയിലി വെയർ ഡ്രസ്സ് എടുക്കാനാണ് നമ്മൾ ടൗണിലേക്ക് വന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അവളാണ് പറഞ്ഞു തന്നത്. അവൾ ഈ ക്ലാസ്സൊക്കെ വിട്ട് വരുന്ന ടൈമിൽ അവളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ അവൾ ഒന്നോ രണ്ടൊക്കെ എടുത്തിട്ട് വരും കേട്ടോ. അവളാണെങ്കിൽ ഒടുക്കത്തെ ഡ്രസ്സിനോട് ഭയങ്കര കമ്പാണ്. എത്ര കിട്ടിയാലും അവൾക്ക് മതിയാവില്ല. മീഷോനും ഫ്ലിപ്പൊക്കെ ഒത്തിരി ഒത്തിരി ഡ്രസ്സസ് അവളുടെ ഒരു ക്യാരക്ടർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടില്ല, ഒക്കെ ഈ അലമാരിയിൽ നല്ല പൂവിട്ട് പൂജിക്കണ പോലെ നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് വെക്കും കേട്ടോ. അപ്പോൾ അവളാണ് ഈ ഷോപ്പ് പറഞ്ഞു തന്നത്. ഒത്തിരി നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഓരോ ഡ്രസ്സസ് ഒന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ സൈസ് ഇത്തിരി കുറവായിരുന്നു. അപ്പോൾ ബബ്ലൂസ് ആണെങ്കിൽ അവൻ വിചാരിച്ചു ഇത് കുഞ്ഞൊരു കുട്ടിയാണെന്ന്, ബൊമ്മയാണെന്നോ അല്ലെങ്കിൽ ഡെമോയാണെന്നോ അവന് മനസ്സിലായില്ല കേട്ടോ. പിന്നീടാണ് മനസ്സിലായത്. അതിൻ്റെ വായിലൊക്കെ അവൻ കുത്തി നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ദയായിട്ട് എനിക്ക് ഓരോന്നോരോന്നായിട്ട് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് ഇഷ്ടമായത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു സന്തോഷ വാർത്ത എനിക്ക് പറയാനായിട്ടുണ്ട്. നമ്മുടെ ചാനൽ 10K ഫാമിലി ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റാണ് ഈ 10K. കാരണം ഈ 1K ആവാനായിട്ട് എനിക്ക് തോന്നുന്നു 2 വർഷത്തോളം 1.5 വർഷത്തോളം ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആവണേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈയിടെയായിട്ടാണ് എനിക്ക് 1K കഴിഞ്ഞത്. അതുപോലെ തന്നെ പെട്ടെന്ന് എനിക്ക് 9K എത്തിയിട്ടാണ്. പക്ഷേ എനിക്ക് 10K ആവാനായിട്ട് ഇച്ചിരി ഒരാഴ്ചത്തോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നാലും കുഴപ്പമില്ല. നമ്മുടെ ചാനൽ 10K ഫാമിലി എന്നെ ഇത്രയും നാളും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി 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 നന്ദിയുണ്ട് കേട്ടോ. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ ഇപ്പോൾ 10K നമ്മുടെ ഈ ഒരു ചാനൽ, നമ്മളെ ഈ ഒരു ഫാമിലി 10K ആയത് തന്നെ. അപ്പം നമുക്കിതൊന്നും കിട്ടിയില്ലെങ്കിലും കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ ചാനലിൽ ഇതുപോലൊരു 10K ഒക്കെ ആവണം എന്ന്. ഇനി ദൈവം സഹായിച്ച് നമുക്ക് നമ്മുടെ ചാനലൊക്കെ നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പോൾ ആ പ്രാർത്ഥന എനിക്ക് നിങ്ങളും പ്രാർത്ഥിക്കുക, എനിക്ക് ഇതുപോലൊക്കെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്നൊക്കെ. അങ്ങനെ നമ്മൾ കുറച്ചധികം പർച്ചേസ് ചെയ്തു. അമ്മയ്ക്ക് പിന്നെ ചുരിദാർ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ എടുക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് ഈ മുനിസിപ്പലാണെങ്കിൽ ഒത്തിരി ഈ എന്താ പറയുക, അട്ട വെച്ച പോലത്തെ ഒത്തിരി കടകളുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നൊരു പൈനാപ്പിൾ ജ്യൂസും ഏട്ടൻ ചിക്കുരു ഷേക്കും പിന്നെ പപ്സും കാര്യങ്ങളൊക്കെ കഴിച്ചു നമ്മൾ. ഉച്ചയ്ക്ക് വേറെ ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അത് ഈ കാറിൽ കയറി കുറച്ച് ഷോയാണ്, പട്ടി ഷോയാണ്. അപ്പോൾ പിന്നെ നമ്മൾ പോണത് വീട്ടിൽ പോയിട്ട്. അപ്പം അനിയത്തി യൂണിഫോമാണല്ലോ ഇട്ടേക്കുന്നത്. അപ്പോൾ യൂണിഫോമൊക്കെ ഒന്ന് മാറി. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്താണല്ലോ ഈ ഹൈലൈറ്റ് മാൾ എന്ന് പറയുന്നത്. അങ്ങോട്ടാണ് വന്നേക്കുന്നത്. അനിയത്തിക്ക് ഒരു വീഡിയോസൊക്കെ എടുക്കണമായിരുന്നു പോസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ വീഡിയോസൊക്കെ എടുത്ത് കൊടുക്കാനായിട്ടും. പിന്നെ നമ്മൾ ഹൈലൈറ്റ് മാൾ വന്നിട്ടുണ്ടെങ്കിലും അവിടെ ഇരുന്ന് ഫുഡും കാര്യങ്ങളും നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല. എന്താ പറയുക, ഒത്തിരി എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ജസ്റ്റ് പോവുക വരാം അത്രേ തന്നെ. അപ്പം ഇന്ന് എന്തായാലും വന്നതല്ലേ എന്ന് വെച്ചിട്ട് നമ്മൾ ഫുഡ് കോർട്ട് പോയി. ഫുള്ളും നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. എൻ്റെ അമ്മോ, അടുക്കാൻ പറ്റില്ല കേട്ടോ. നല്ല റേറ്റ് ഉണ്ടായിരുന്നു. അവരുടെ GSTയും മറ്റേതും മറിച്ചതൊക്കെ പറഞ്ഞു വരുമ്പോഴേക്കും ബില്ല് ഭയങ്കര ഹെവി ബില്ലായിരുന്നു കേട്ടോ. ഇന്ന് പിന്നെ വെൻസ്ഡേ അല്ലേ, ബുധനാഴ്ച എന്ന് വെച്ചിട്ട് ചിക്കിങ്ങിലും KFCയിലൊക്കെ നല്ല ഓഫർ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടത്തെയും റേറ്റൊക്കെ ചോദിച്ചപ്പോഴാണ് കിളി പോയത്. ഭയങ്കര റേറ്റ് ആയിരുന്നു കേട്ടോ. ഒരു ഓഫറൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെന്തോ 399 ഓഫറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് ലാസ്റ്റ് ബില്ലടിക്കുമ്പോൾ 700 രൂപയ്ക്ക് ആയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ബില്ലുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും വന്നതല്ലേ എന്ന് വെച്ചിട്ട് നമ്മളൊരു എന്താ പറയുക ഷേക്ക് കുടിച്ചു, അവിൽ മിൽക്ക് ഷേക്ക് കുടിച്ചിട്ടോ മൗസിൽ നിന്ന്. പക്ഷേ
നമ്മുടെ ശോഭയിലത്തെ മൗസിയിൽ അത്രയ്ക്കൊന്നും വരില്ല. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഞാൻ പറഞ്ഞ കേട്ടോ. ഏട്ടനും അനിയത്തിക്കൊക്കെ ഇഷ്ടമായി. പിന്നെ ബബ്ലൂസിന് ആ മൗസിയിലത്തെ ആ ബോള് കാണുമ്പോൾ അവന് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാനായിട്ട്. അപ്പം അത് അവൻ ആ ഒരു ഭാഗത്തേക്ക് ചൂണ്ടി കാണിച്ചുകൊണ്ടാണ് നമ്മൾ മൗസിൽ കയറിയിട്ട് അവിൽ മിൽക്ക് ഷേക്ക് കുടിച്ചത്. അങ്ങനെ നമ്മൾ ഈ ഒരു അൺടൈം ആയതുകൊണ്ട് അത്രയും തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും നമുക്ക് എന്താ പറയുക, നമ്മളവിടെ ഇരുന്ന് കുറച്ച് ഷേക്കും കാര്യങ്ങളൊക്കെ കുടിച്ച് അങ്ങനെ എൻജോയ് ചെയ്ത് അവിടെ ഇരുന്നു കേട്ടോ. പിന്നെ ഇന്ന് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് രാവിലെ നമ്മൾ ടൗണിൽ പോയപ്പോൾ ഷേക്ക് കുടിക്കാനായിട്ട്, അതായത് ജ്യൂസ് കുടിക്കാനായിട്ട് ഒരു കടയിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അവിടെ ഒരു അപ്പാപ്പൻ പെട്ടെന്ന് വന്നിട്ടാ, മോനെ ആകെ 2 ലോട്ടറി ഉള്ളൂന്ന് എടുക്കുമോ എന്ന് ചോദിച്ചു. ഈ 2 ലോട്ടറി കൂടി കഴിഞ്ഞാൽ അപ്പാപ്പൻ്റെ അടുത്ത് ഫുള്ളും കഴിഞ്ഞു ഇന്നത്തെ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു അതിനിപ്പോൾ എന്താ എടുക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് 50 രൂപയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നില്ല, നമ്മുടെ ഗൂഗിൾ പേയിലായിരുന്നു ക്യാഷ്. അങ്ങനെ ഗൂഗിൾ പേ ഒക്കെ ചെയ്ത് നമ്മൾ 2 ലോട്ടറി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഈവനിങ്ങിൽ നോക്കിയപ്പോൾ, ഇന്നൊരു 6 മണി ടൈമിലൊക്കെ നോക്കിയപ്പോൾ ആ 2 ലോട്ടറിയിലും 500 വെച്ചിട്ട് നമുക്ക് 1000 രൂപ കിട്ടിയിട്ട് അത് ഭയങ്കര സന്തോഷമായി. കാരണം 1000 ആയാലും 100 ആയാലും 500 ആയാലും അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു 1000 രൂപ ലോട്ടറി അടിച്ച് ഒരു അൽഫാമൊക്കെ വിളിച്ച് പറഞ്ഞു കേട്ടെ. അങ്ങനെ അൽഫാമും കാര്യങ്ങളൊക്കെ വീട്ടിലേക്ക് വന്നു. നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിച്ചു കേട്ടോ. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ നമുക്ക് ഓരോ മൊമെൻറ്റിൽ നമ്മൾ എൻജോയ് ചെയ്യാനുള്ളതാണല്ലേ. അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. എൻ്റെ വീട്ടിലേക്കും ചേട്ടൻ്റെ അമ്മയ്ക്കും എല്ലാവർക്കുള്ള ഫുഡായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാവിഷായിരുന്നു. 1000 രൂപയ്ക്ക് എത്രയൊക്കെ മേടിക്കാൻ പറ്റും അത്രയൊക്കെ മേടിച്ചു. അങ്ങനെ കേട്ടോ. പിന്നെ പിറ്റേ ദിവസം നൈറ്റാണ് കേട്ടോ വീഡിയോ എടുക്കണത്. നമ്മുടെ 10K ഫാമിലി ആയിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം. അപ്പോൾ ചെറിയൊരു കേക്കൊക്കെ മേടിച്ച് ഒന്ന് സെലിബ്രേറ്റ് ചെയ്തു. നമുക്കിതൊക്കെയല്ലേ ഒരു ഹാപ്പിനെസ്. ഇനി 100K ഒക്കെ എന്നായിട്ടാണ്. ഞാൻ 10K ഒക്കെ ഇപ്പം തന്നെ ആവുന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതായപ്പോൾ ഒരു കേക്കൊക്കെ മേടിച്ച് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു എന്ന് മാത്രം. അതും കഴിഞ്ഞിട്ട് ഇത് 2-3 ദിവസത്തെ വീഡിയോസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് കഴിഞ്ഞിട്ട് ഇത് വന്നിട്ട് വെള്ളിയാഴ്ച ദിവസമാണ്. നമ്മൾ രാവിലെ തന്നെ പാലക്കാട് മാങ്കോട്ടുകാവിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആലത്തൂരുള്ളൊരു ടെമ്പിളാണ് കേട്ടോ. നമ്മൾ പോവാറുള്ളൊരു അമ്പലമാണ്. അവിടെ പണിയും കാര്യങ്ങളൊക്കെ നടക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മൾ പുഷ്പാഞ്ജലിയും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഇതായൊരു ഭാഗത്തെ സീനറിയാണ് കേട്ടോ. ഭയങ്കര പച്ചപ്പും ഭയങ്കര പ്രകൃതി രമണീയമായിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ ആ ഒരു ഭാഗം. അപ്പോൾ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു. അവൾ കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് ഷൂട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ നല്ലൊരു സ്ഥലമായതുകൊണ്ടാണ് കാണിച്ചു തന്നത് കേട്ടോ. പിന്നെ അവിടെ നിന്ന് തന്നെ ഒരു കുഞ്ഞൊരു കടയുണ്ടായിരുന്നു. അവിടെ നിന്ന് ചൂട് വടയും ദോശയും ചട്നിയും ചായയൊക്കെ കുടിച്ച് നമ്മളിതേ വീണ്ടും യാത്രയായി തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. പിന്നെ ഇന്നാണെങ്കിൽ 9, 10, 11, 12 നമ്മുടെ ഹൈലൈറ്റിൽ ലുലുവിൽ എല്ലാത്തിനും 50% ഓഫ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കേട്ടപ്പോൾ നമ്മൾ ഒന്ന് അമ്മേനെയും കൂട്ടിയിട്ട് ഇറങ്ങിയതാണ് വീട്ടിലേക്ക് കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്യാനായിട്ട്. അപ്പോൾ ATM നേട്ടം പോയിട്ട് ക്യാഷും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ നേരെ പോയിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തായതുകൊണ്ട് മിണ്ടും ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. പാർക്കിംഗ് ഏറ്റവും മുകളിലാണ് നമുക്ക് കിട്ടിയത്. എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. മുകളിൽ പോയിട്ടാണ് നമുക്ക് പാർക്കിംഗ് കിട്ടിയത്. അപ്പോൾ അത്രയും തിരക്കുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ലുലുവിൽ എല്ലാ പ്രൊഡക്റ്റിനും 50% ഓഫാണ് കേട്ടോ. ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് അറിഞ്ഞപ്പോഴാണ് നമ്മളിന്ന് അമ്മേനെയും കൂട്ടിയിട്ട് വന്നത് പർച്ചേസ് ചെയ്യാനായിട്ട്. വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിരുന്നു കേട്ടോ. അപ്പോൾ ഡേറ്റ് വന്നത് 9, 10, 11, 12 ആണ്. നമ്മൾ മുൻപത്തെ വീഡിയോ എടുത്തത് 8-ാം തീയതിയാണ് കേട്ടോ. അപ്പോൾ അവർ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം 10-ാം തീയതിയാണ് കേട്ടോ നമ്മൾ ഈ ഒരു പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ കുഴപ്പമില്ല കേട്ടോ. അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. നമ്മുടെ ഈ ഗാലക്സീൻ്റെ ഒക്കെ വലിയ പാക്കിന് 99 രൂപ. അതേപോലെ വെളിച്ചെണ്ണ അത്യാവശ്യം റേറ്റ് കുറവിൽ കിട്ടി. ദെൻ നമ്മുടെ ഈ ഗോതമ്പ് പൊടിയൊക്കെ 5 kgക്ക് 199. പിന്നെ ബബ്ലൂസിൻ്റെ ഈ സ്മൈലീസ് ഉണ്ടല്ലോ പൊട്ടാറ്റോൻ്റെ, അതിന് 89 രൂപ. ഫ്രഞ്ച് ഫ്രൈസ് അത്യാവശ്യം റേറ്റ് കുറവുണ്ടായിരുന്നു. പിന്നെ അവിടെ പോയപ്പോൾ കൂടുതൽ വീഡിയോസ് എടുക്കാനായിട്ട് പറ്റിയില്ല. അവിടെ വീഡിയോസ് എടുക്കാൻ പാടില്ല കേട്ടോ. അതായത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പാടില്ല, അത് അലൗഡ് അല്ല എന്ന് അവർ പറഞ്ഞു. എന്നാലും കുറച്ച് ക്ലിപ്സൊക്കെ ഞാൻ എടുത്തിട്ടാണ് ഇതിൽ ആഡ് ചെയ്തേക്കണത്. അപ്പോൾ ഇതേ നമ്മുടെ സ്മൈലീസിനൊക്കെ അത്യാവശ്യം റേറ്റ് കുറവുണ്ടായിരുന്നു. നല്ല തിരക്കുള്ളത് കൊണ്ട് നമുക്കങ്ങനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ട് ഒന്നും നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റില്ല. അവിടെ ഇവിടെയൊക്കെ തൊട്ട് തലോടിക്കാണ് നമ്മൾ പർച്ചേസിങ് കഴിഞ്ഞ് ഇറങ്ങിയത്.
കുഴപ്പമില്ല, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ ഓഫറൊക്കെ പ്രതീക്ഷിച്ച് പോകുമ്പോൾ ചെറിയൊരു സങ്കടം, ഇത്ര ഓഫർ ഇല്ലല്ലോ, ഇത്ര റേറ്റ് കുറവില്ലല്ലോ എന്ന് അറിയുമ്പോൾ. എന്നാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് പിന്നെ ഫുഡ് കോർട്ടിൽ അതിലേറെ തിരക്കാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ വേറൊരു സംഭവം, അവിടെ എല്ലാ ഫുഡ്സും ഉണ്ട്, പക്ഷേ ഭയങ്കര റേറ്റാണ്. അവരുടെ GST തേങ്ങ മാങ്ങ എന്നൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നല്ല റേറ്റ് ആവും. നമ്മൾ രസ ഹോട്ടലിൽ കയറിയിട്ട് ബിരിയാണി കഴിച്ചിട്ട്, അവിടുത്തെ ബിരിയാണി എടുത്ത് പറയേണ്ട ഒന്നാണ് കേട്ടോ. ബിരിയാണി കഴിച്ച് ഉച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ ഇത്രയുള്ള, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള വീഡിയോസൊക്കെ ഒന്ന് വാച്ച് ചെയ്തിട്ട് സീ യു.